ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നതാ നിങ്ങൾ ആവശ്യപ്പെട്ട മയനൈസുമായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ ഞാൻ യൂസ് ആക്കുന്ന മയനൈസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോക്കറ്റ് ഷവർമയൊക്കെ നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, എല്ലാത്തിനും ഡിപ്പായിട്ടും യൂസ് ആക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ മയനൈസ് ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കോൺഫ്ലവർ ആണ് ഇടുന്നത്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി, ആ കട്ടയൊന്നും ഇല്ലാതെ മിക്സാക്കി നമ്മൾക്കിതൊന്ന് കുറുക്കിയെടുക്കുക വേണ്ടത്. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് മിക്സാക്കാം. ഇനി ഇത് ഫ്ലെയിം ഓണാക്കി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. കോൺഫ്ലവർ പെട്ടെന്ന് കട്ടയാവുന്ന സാധനം തന്നെയാണ്, അതുകൊണ്ട് നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല കുറുക്കി നല്ല കട്ടിയാവുന്നത് വരെ ഇളക്കണം. അപ്പോൾ അതിൻ്റെ വേവ് എങ്ങനെയെന്ന് വെച്ചാൽ അതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണും, നമ്മൾക്ക് ഒരു ലൈറ്റായിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് പോലെ ഉണ്ടാവും. അതാണ് അതിൻ്റെ പാകം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി നമുക്ക് ചൂടാറാൻ വെക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു നല്ലൊരു സാൻഡ്വിച്ചും കൂടെ കാണിക്കുന്നുണ്ട്. വെജ് സാൻഡ്വിച്ചാണ് കേട്ടോ. ഈ ഒരു മയനൈസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്, വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് സ്ലൈസാക്കി വെച്ചതാണ് കേട്ടോ. അത് നമ്മൾക്ക് ഈ ഒരു ബട്ടറിലോട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്ന പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ബട്ടറിൽ തന്നെ ചെയ്യണം കേട്ടോ, അതാണ് ടേസ്റ്റ്. അപ്പോൾ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത ഉരുളക്കിഴങ്ങോട്ട് അതിലേക്ക് ഇതാ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളിതാ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അതിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം. ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. നമ്മൾ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്താൽ മതി. വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്താലും നമ്മൾ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഒരു ഭാഗം നല്ലൊരു ഫ്രൈ ആയ സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് ആ ഒരു ഭാഗവും ഇതേപോലെ കുറച്ച് ഉപ്പും കുരുമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട്. അതുപോലെ കുറച്ചുകൂടെ ബട്ടറും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കോൺഫ്ലവർ മിക്സ് ഉണ്ടല്ലോ, അത് ചൂടെല്ലാം ആറിയോ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മയനൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിത് 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നന്നായി അരഞ്ഞ് കിട്ടണം. അപ്പോൾ അതിലോട്ട് നമ്മൾ ഈ ഒരു കോൺഫ്ലവർ മിക്സും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ വെളുത്തുള്ളിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ, ഒഴിവാക്കിയിട്ട് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ ഫ്ലേവർ വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരുപാട് കൂടുതൽ ഫ്ലേവർ വേണ്ട, ചെറിയ ലൈറ്റായിട്ടുള്ള ഒരു സ്മെല്ല് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺഫ്ലവർ വേവിക്കുന്ന സമയത്ത് അതിലോട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഫ്ലേവർ വരില്ല കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അത് വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ ഇത് വേവിച്ച ഉരുളക്കിഴങ്ങാണ്, ചെറിയ പീസ് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഇത് ഫുള്ളായിട്ട് എടുക്കുന്നില്ല, ഇതിൻ്റെ പകുതിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് പീസാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വലിയ പീസാക്കണമെന്നില്ല, ചെറിയ പീസാണ് നമുക്ക് ആവശ്യം കേട്ടോ. അപ്പോൾ ഇത്രയും മതി നമ്മൾക്ക്. ഇപ്പോൾ ഞാൻ കാണിച്ച ആ ഉരുളക്കിഴങ്ങിൻ്റെ പകുതി മാത്രമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തത്. അതിലോട്ട് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അടിഞ്ഞു കിട്ടണം. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് ഇളക്കിയെടുത്തിട്ട് വീണ്ടും അടിച്ചെടുക്കാം. ഇതിൻ്റെ ഉരുളക്കിഴങ്ങും വെളുത്തുള്ളിയും അതൊക്കെ നന്നായിട്ട് അടിഞ്ഞു കിട്ടണം. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡൊന്ന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഇതുപോലെ ആക്കിയിട്ട് വീണ്ടും അടിച്ചെടുക്കണം. ഇതൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈ ഒരു സോസ് കിട്ടുന്നത്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഓയിലാണ് കേട്ടോ. വളരെ കുറച്ച് ഓയിൽ എടുത്തിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ 1/4 കപ്പ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഒരു 3 പ്രാവശ്യം ആയിട്ടാണ് ഞാനിത് ഒഴിച്ചിട്ട് അടിച്ചത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇപ്പോൾ ആയിട്ടുണ്ട്. ഒന്നും കൂടെ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് വീണ്ടും അടിച്ചെടുക്കാം. ഓരോ പ്രാവശ്യം ഓയിൽ ഒഴിച്ച് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല കട്ടിയായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടെ കട്ടിയായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ അടിക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് അടിക്കണം. കാരണം അത് പെട്ടെന്ന് നമ്മൾ അടിക്കുന്ന സമയത്ത് ഓയിലെല്ലാം പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിക്കുന്നത്, ചെറിയ മിക്സി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വീണ്ടും അതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ നോക്കിയാൽ നല്ല കട്ടിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിതിന് ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ ഒന്നും കൂടെ കട്ടിയായിട്ട് വരും കേട്ടോ. നല്ല ടേസ്റ്റാണ്.
ഗൾഫിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള ഒരു സോസാണ്, ഗാർലിക് സോസാണിത്. അപ്പോൾ ഇതിൽ വെളുത്തുള്ളി നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കിയിട്ട് നോക്ക്. അപ്പോൾ ചിക്കന് നല്ല ടിക്കൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടിയും നല്ല ടേസ്റ്റായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ പോക്കറ്റ് ഷവർമയ്ക്ക് ഉപയോഗിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ കുറേ മുമ്പ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടുണ്ടാവില്ല, എല്ലാവർക്കും എത്തിയിട്ടുണ്ടാവില്ല അത്. അപ്പോൾ അത് ഒന്നും കൂടെ ഇതുപോലെ ആക്കിയിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിലായിട്ട് ഈ ഒരു സോസിന് നമുക്ക് കുറച്ച് കെച്ചപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു സോസായിട്ട് വരും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഇതിനെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാൻഡ്വിച്ചും കൂടി ഇതിലേക്ക് ഞാൻ കാണിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു സാൻഡ്വിച്ച് കേട്ടോ. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങ് മതി അതിന്. പിന്നെ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ സ്ലൈസായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഇതാ നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങിലിട്ടതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ട് കൊടുത്ത്, പിന്നെ അതുപോലെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി രണ്ട് ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് മിക്സാക്കി എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇനി ഇത് 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മളെ മയോനൈസ് ഇതുപോലെ നല്ലോണം തേച്ച് കൊടുക്കണം. കുറച്ച് കട്ടിയിൽ തന്നെ തേച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ആ ഉരുളക്കിഴങ്ങ് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ സവാളയും ചേർത്തിട്ടുണ്ട്. ഇനി മറ്റേ സ്ലൈസിലേക്ക് ചട്നിയാണ് ഇടുന്നത്. നമ്മൾ എഗ് മാസിലേക്ക് ഉണ്ടാക്കിയ ചട്നി ഉണ്ടല്ലോ, അതേ സെയിം ചട്നിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തത്. ശരിക്കും ഇതിലോട്ട് നല്ല റെഡ് ചട്നി ഉണ്ടല്ലോ, മുളകെല്ലോട്ട് അരച്ചെടുത്ത ആ ഒരു ചട്നിയാണ് നല്ല ടേസ്റ്റ്. അത് ഇതിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ പാന് ചൂടാക്കി അതിലോട്ടും കുറച്ച് ബട്ടർ ഇട്ട് നമ്മൾ ഈ ഒരു ബ്രെഡ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് നല്ലൊരു ഫ്രൈ ആവുന്ന പോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് സ്കൂളിലോട്ട് കൊടുത്തു വിടാനും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്. ഇതിലേക്ക് നല്ല ടേസ്റ്റ് ഉള്ളത് ആ ഒരു ചുവന്ന ചട്നിയിലെ മുളകെല്ലാം ഇട്ട് അരച്ചത് അതാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് ഞാൻ വേഗം അത് കാണിച്ചതാണ്. അപ്പോൾ എൻ്റെ പണികളെല്ലാം ബാക്കിയുണ്ട്. ഇന്നത്തെ ഓർഡറിൻ്റെ എല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. മസാലയൊക്കെ കഴിഞ്ഞത്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ ചോദിച്ചതിന് അതിൻ്റെ ആ ഒരു റെസിപ്പി ഇടാത്തതുകൊണ്ടുള്ള ഒരു ചെറിയതുണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് അത് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആഴ്ചയിൽ 2 വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ചൊവ്വാഴ്ചയും ശനിയാഴ്ച ആയിട്ടാണ് ഇടുന്നത് കേട്ടോ. ഇത് പഫിനുള്ള മസാലയാണ് കേട്ടോ, എഗ് പഫിനുള്ളത്. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്, ആവശ്യത്തിന് യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മയോനൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. ഞാൻ ട്രൈ ചെയ്തിട്ട് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയിക്കും. ഇതുപോലെയുള്ള റെസിപ്പിക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.